ദേ കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി. വിലക്കുറവിന്റെ ഉത്സവം തുടങ്ങി. 4 ഇരട്ടി കളക്ഷൻ ഉണ്ടാവും. മലയാളികൾക്ക് ആടി സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആടി സെയിലാണ്. 4 ഇരട്ടി കളക്ഷനുകളും 50% വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ഞങ്ങളിപ്പോ ഇന്ന് ക്ലാസ്സിന് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. ഞങ്ങള് ഞങ്ങളെ 4 പേരിലെ എല്ലാ സ്കൂളുകളിലും ക്ലാസ് +1 +2 എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ആകെ കുറച്ച് ദിവസമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അഡ്മിഷന്റെ കാര്യവും മഴയും കാരണമായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ മുടങ്ങി കഴിഞ്ഞിരിക്കണു. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സ്കൂളിന്റെ മഴയും കാറ്റും കാരണം ഞങ്ങളെ സ്കൂളിന്റെ മോള് ഭാഗം പറന്നു അപ്പുറത്തെ തൊടുവൊക്കെ എത്തിക്കണു. അപ്പോ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇപ്പൊ ക്ലാസ് റൂമുകളില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ +1 +2 എല്ലാവർക്കും പാടെ ക്ലാസ് കിട്ടിയിട്ട് കുറെ ദിവസമായിക്കണു. ഇപ്പോ മഴയും അഡ്മിഷനും കുറെ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിരിക്കണു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് അത് വേണം. അതേപോലെ തന്നെ ഞങ്ങൾ 1 വർഷത്തോളമായി മൺകൂനെ ഇവിടെ ഇതാക്കിയിട്ട് അത് കളയാൻ പറഞ്ഞിട്ട് കുറെ അയക്കണു. ഞങ്ങള് കോൺട്രാക്ടറോട് പറയുന്നു, ഇതുവരെ ഞങ്ങൾക്ക് അത് കളഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. ഇതുവരെ സ്പോർട്സ് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സ്പോർട്സ് നടത്തിയത് പള്ളിക്കുന്ന് ആശുപത്രി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അത് ഞങ്ങൾക്ക് വളരെ കൂടുതൽ എക്സ്പെൻസ് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. കുറെ ചെലവുകൾ ഇത് കാരണം ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇതിപ്പോ ഇന്നലെ മിന്നാന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒന്നും സംഭവിച്ചില്ല. അത് ക്ലാസ് ടൈമിൽ എങ്ങാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റും. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിലാണ് ആ ക്ലാസ് മുറിയിൽ തന്നെ സീലിങ്ങൾ പൊളിഞ്ഞു പോയത്. അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ സുരക്ഷിതത്തോടെ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ക്ലാസ്സും കാര്യങ്ങളും കിട്ടിയില്ല. ഞങ്ങൾ +2 വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്കും പഠിക്കാനും കാര്യങ്ങളും ആഗ്രഹമുണ്ട്. വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ അത് നേടിയെടുത്തിട്ടേ അടങ്ങൂ. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികളുടെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു വീണത് കഴിഞ്ഞ ദിവസമാണ്. സംഭവത്തിൽ ക്ലാസ് മുറികളുടെ തകർന്ന മേൽക്കൂര പുതുക്കിപ്പണിത് ഉടൻ തന്നെ വാസയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് +2 വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുവാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കാണ്. ഞങ്ങൾക്ക് അതിനും പോകുന്നുണ്ടെങ്കിൽ കല്ല് വെച്ച് നിൽക്കുക. അതെങ്ങാനും കല്ലുപ്പം മൂടി തുടങ്ങിക്കോളൂ. ഫുള്ള് വെള്ളം ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും തീരെ വൃത്തിയില്ല. അവിടെ ആകെ കെട്ടിക്കിടക്കാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണൂല. ഫുള്ള് വെള്ളമായിട്ട് ഇവിടെ മണ്ണ് ഇട്ടേണ്ട അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരൂല. ഈ മണ്ണ് മാറ്റി തരാൻ പറഞ്ഞിട്ട് ഒരു മാറ്റി തരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ മണ്ണിട്ടിട്ട് മതില് പൊളിഞ്ഞാടാൻ എപ്പോഴാണെന്ന് അറിയില്ല. എപ്പോഴാണ് ആ മതില് ഞങ്ങളെ മേത്തോട് വീഴാന്നൊന്നും പറയാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം രാത്രിയിലെ കനത്ത മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 3ാം നിലയിലുള്ള ഷീറ്റുമേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു. ഇതോടെ ക്ലാസ് മുറികൾ ഉപയോഗശൂന്യമായി. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ക്ലാസ് മുറികളാണിവ. നിലവിലെ സാഹചര്യത്തിൽ അഡീഷണൽ ബാച്ച് ഉൾപ്പെടെ വന്നതോടെ സ്കൂളിൽ ഭൌതിക സാഹചര്യങ്ങളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.